ലയൺസ് ക്ലബ്ബ് ഓഫ് വൈക്കം 2026-27 വർഷത്തെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും നടന്നു. ജലസേചന ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നിങ്ങളെല്ലാവരും ഇനി ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ട് ലയൺസ് ക്ലബിൻ്റെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇവിടുത്തെ നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ എപ്പോഴും നേതൃത്വം കൊടുക്കുന്നത് കാണും. ലയൺസ് പ്രസിഡന്റ് ശ്രീ ബി ജയകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വൈക്കം MLA ശ്രീ കെ ബിനിമോൻ മുഖ്യ പ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന് ഒരു കയ്യൊപ്പ് ചാർത്തിയാണ് പ്രിയപ്പെട്ട മിനിസ്റ്റർ. ഇപ്പോൾ രണ്ടാം തവണ മിനിസ്റ്റർ ആകുമ്പോൾ തീർച്ചയായും കേരളത്തിലെയും വൈക്കത്തെയും കടുത്തുരുത്തിയിലെയും ഒക്കെ പ്രിയപ്പെട്ട സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്യുവാൻ തന്നെ ദൃഢനിശ്ചയത്തോടെയാണ് അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തീർച്ചയായും എപ്പോഴും വൈക്കത്തിന് ഒരു കരുതൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ലയൺസ് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ഗവർണർ മാർട്ടിൻ ഫ്രാൻസിസ് പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം നടത്തി. സെക്രട്ടറി PN രാധാകൃഷ്ണൻ 2025-26 വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആ കണക്ക് ഇവിടെ വരുന്ന സമയത്ത് 6.5 ലക്ഷം സർവീസ് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു എന്നാണ്. അതിൽ തന്നെ ഈ 6 ലക്ഷം സർവീസ് ആക്ടിവിറ്റീസ് നടക്കുന്ന സമയത്ത് ഏകദേശം 12 കോടി ജനങ്ങളിലേക്ക് സേവനം എത്തിക്കാനായിട്ട് 12 കോടി സർവീസ് പ്രോഗ്രാംസ് നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് ഈ ഒരു വർഷക്കാലം കൊണ്ട് ഇന്നേ വരെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിരുന്നു. ശ്രീ മനോജ് കുമാർ പ്രസിഡന്റായും മാത്യു കോടാലിച്ചിറ സെക്രട്ടറിയായും സാജു കുളത്തിങ്കൽ ട്രഷററായും ജോബി കുര്യൻ അഡ്മിനിസ്ട്രേറ്ററായും പുതിയ ഭരണസമിതി ചുമതലയേറ്റു. തുടർന്ന് ലയൺസ് പങ്കാളിത്തത്തോടെ നിർമ്മിക്കുന്ന 2 വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മന്ത്രി അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് നിർവഹിച്ചു. പാലിയേറ്റീവ് കെയറിനു വേണ്ടി ഡയപ്പർ വിതരണം, ഡയാലിസിസ് കിറ്റ് വിതരണം, ആശുപത്രി ഉപകരണങ്ങളുടെ വിതരണം, വാട്ടർ പ്യൂരിഫയർ വിതരണം തുടങ്ങിയവ നടത്തി. റീജിയണൽ ചെയർമാൻ സുരേഷ് കുമാർ, സോണൽ ചെയർമാൻ സജി, ശ്രീ ബിനോയ്, പോൾസൺ ജോസഫ്, സിദ്ധാർത്ഥൻ, സുജിത് മോഹൻ, ജീമോൻ, പ്രീത സുരേഷ്, ലിജി മാത്യു, ബൈജു മാണി തുടങ്ങിയവർ സംസാരിച്ചു. 47 വർഷങ്ങളായി ഈ വൈക്കത്തെ പരിസര പ്രദേശങ്ങളുമായി വിവിധ മേഖലകളിലായി സാമൂഹിക രംഗത്ത് തണലായി നിലനിൽക്കുന്ന ലയൺസ് ക്ലബ്ബ് അത് സേവനത്തിന് മാത്രമല്ല മറ്റുള്ളവർക്ക് ഒരു മാതൃകയായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിലകൊള്ളുന്നു. വിഷൻ ന്യൂസ് വൈക്കം.